പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. അതേ, എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. അതേ പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരും നമ്മുടെ മക്കൾക്ക് വേണ്ടി നാം സമ്പാദിക്കുന്നവരാണ്. അത് നല്ലത് തന്നെയാണ്. 17-ാം സങ്കീർത്തനങ്ങൾ 14-ാം വചനത്തിൽ നാം വായിക്കുന്നു, നിന്റെ സമ്പത്ത് കൊണ്ട് നീ അവരുടെ വയറ് നിറയ്ക്കുന്നു, അവർക്ക് പുത്രസമ്പത്ത് ധാരാളമുണ്ട്, തങ്ങളുടെ ധനശിഷ്ടം അവർ കുഞ്ഞുങ്ങൾക്ക് വെച്ചേക്കുന്നു. ഇന്ന് പല മാതാപിതാക്കൾക്കും ഒരു സന്തോഷം അതാണ്. തങ്ങളുടെ ധനശിഷ്ടം കുറച്ചെങ്കിലും അവർ മാറ്റി തങ്ങളുടെ സമ്പാദ്യങ്ങൾ അവർ കുഞ്ഞുങ്ങൾക്ക് വെച്ചേക്കുന്നു. ഒരു ഭാഗത്ത് അത് നല്ലതാണെങ്കിലും ഈ നാളുകളിൽ അതൊക്കെ സമ്പത്തിൽ ആശ്രയിക്കുന്നവൻ വീഴും. ആശ്രയിച്ചില്ല എങ്കിലും ആ സമ്പത്ത് നമ്മെ രക്ഷിക്കുകയില്ല. എന്നാൽ ഈ അന്ത്യകാലത്ത് ഇനി കാലം അധികമില്ല. അതുകൊണ്ട് മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും സ്വരൂപിക്കണം, സമ്പാദിക്കണം. അതൊക്കെ നല്ലത് തന്നെയാണ്. എന്നാൽ എല്ലാറ്റിനേക്കാളും ഉപരിയായി പുതിയൊരാത്മാവിനെയും പുതിയൊരു ഹൃദയത്തെയും നാം സമ്പാദിച്ചു കൊള്ളണം. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 31-ാം വചനം, നിങ്ങൾ ചെയ്തിരിക്കുന്ന അതിക്രമങ്ങളൊക്കെയും നിങ്ങളിൽ നിന്ന് എറിഞ്ഞു കളവിൻ, നിങ്ങൾക്ക് പുതിയൊരു ഹൃദയത്തെയും പുതിയൊരാത്മാവിനെയും സമ്പാദിച്ചു കൊള്ളുവിൻ. ഇസ്രായേൽ ഗൃഹമേ, നിങ്ങൾ എന്തിന് മരിക്കുന്നു? ഇസ്രായേൽ ഗൃഹം ദൈവത്തിൻ്റെ സ്വന്തം ജനം എന്തിനു മരിക്കുന്നു? നാം ശാരീരികമായി നാം ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലും ആത്മീയ മരണം നമുക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നിത്യത എവിടെയായിരിക്കുമെന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കുവാനിടയായിത്തീരും. ഈ നാളുകളിൽ ഇനി അധിക സമയമില്ല. കർത്താവ് വാതിൽക്കൽ എത്തിയിരിക്കുന്നത് കൊണ്ട് മറ്റെല്ലാ കാര്യങ്ങളും വിട്ടിട്ട് പുതിയൊരു ആത്മാവിനെയും പുതിയൊരു ഹൃദയത്തെയും നാം സമ്പാദിച്ചു കൊള്ളണം. അല്ല എങ്കിൽ അനുദിനം നാം പുതുക്കം പ്രാപിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യം നമുക്ക് അവകാശമാക്കുവാൻ കഴിയുകയില്ല. അങ്ങനെ നാം ചെയ്യുമ്പോൾ, നാം തന്നെ ഒന്നുകൂടെ രൂപാന്തരപ്പെടുമ്പോൾ, അതേ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുമ്പോൾ, ഒരു മാനസാന്തരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, പുതിയൊരു കൃപ, പുതിയൊരു ആത്മാവ്, പുതിയൊരു ഹൃദയം, പുതിയൊരു അനുഭവം നമുക്കുണ്ടാകുമ്പോൾ അതിനെയാണ് നാം നമ്മുടെ മക്കൾക്കും പകരുന്നത്. ഈ സമ്പാദ്യം നമ്മെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും ആ നിത്യരാജ്യത്തിൽ കൊണ്ടെത്തിക്കും. ആയതിനാൽ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കളും ഇന്നു മുതലൊരു തീരുമാനമെടുക്കുക. പുതിയൊരു അനുഭവം പ്രാപിക്കണം. നാം ഇന്ന് പ്രാർത്ഥിക്കുന്ന നിലവാരം, ആരാധിക്കുന്ന അവസ്ഥ, അതേ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നത്, അല്ലെങ്കിൽ സ്തോത്രം, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ, ഇതിലൊന്നും നാം തൃപ്തിപ്പെടരുത്. പലരും ഇതിൽ തൃപ്തരായിരിക്കുന്നത് കൊണ്ടാണ് പുതിയതിന് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും പുതിയൊരു അനുഭവം പ്രാപിക്കുകയും ചെയ്യാതിരിക്കുന്നത്. ഈ നാളുകളിൽ സ്തോത്ര, ആത്മാവിന് ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ഈ നാളുകൾ പുതിയൊരു ആത്മാവിനെയും യഹോവയായ കർത്താവാണ് ഇവിടെ അരുളി ചെയ്യുന്നത്. പുതിയൊരു ഹൃദയത്തെ നാം സമ്പാദിച്ചു കൊള്ളണം. സകല അശുദ്ധികൾ മാറട്ടെ. സകല വൈരാഗ്യങ്ങൾ, കയ്പുകൾ, സകല ദുഷ്ചിന്തകൾ, സകല ദുരാഗ്രഹങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. ഇവിടെ വായിക്കുന്നു, പുതിയൊരു ഹൃദയം, പുതിയൊരാത്മാവ്. അതെ, നാം ഓർക്കുന്നുണ്ടോ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച സമയം, അല്ലെങ്കിൽ ആദ്യമായി ആത്മാവിൻ്റെ സാന്നിധ്യം രുചിച്ചറിഞ്ഞ സമയത്തുണ്ടായിരുന്ന സന്തോഷം ഇപ്പോൾ നമുക്കുണ്ടോ? പുതിയൊരു സന്തോഷം നമുക്ക് പ്രാപിക്കാം. അല്ല എങ്കിൽ നാം മരിക്കും നിശ്ചയം. അടുത്ത വചനം, മരിക്കുന്നവൻ്റെ മരണത്തിൽ എനിക്കിഷ്ടമില്ല എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ആകയാൽ നിങ്ങൾ മനം തിരിഞ്ഞ് ജീവിച്ചു കൊള്ളണമെങ്കിൽ മനം തിരിയണം. ഒന്നാമത് നാം വായിച്ചു, നിങ്ങൾ ചെയ്തിരിക്കുന്ന അതിക്രമങ്ങളൊക്കെ. ഇപ്പോൾ ചിലപ്പോൾ നാം ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് നല്ലതെന്ന് തോന്നിയേക്കാം, പക്ഷെ ദൈവത്തിന് മുൻപിൽ അത് അതിക്രമമാണ്. ദൈവത്തിൻ്റെ കൽപ്പനകളെ നാം അതിക്രമിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ഒത്തിരിയുണ്ട്, എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. നമ്മുടെ അതിക്രമങ്ങളൊക്കെയും നിങ്ങളിൽ നിന്ന് എറിഞ്ഞു കളവിൻ. നാം തന്നെ ചെയ്യണം. ദൈവം ചെയ്യേണ്ടുന്നത് ദൈവം ചെയ്യും, എന്നാൽ നാം ചെയ്യേണ്ടുന്നത് നാം ചെയ്യണം. നമ്മിൽ നിന്ന് നാം എറിഞ്ഞു കളയണം. മാറ്റി വെക്കണമെന്നല്ല, നീക്കി വെക്കണമെന്നല്ല, എറിഞ്ഞു കളയണം. എന്നേക്കുമായി നാം എറിഞ്ഞു കളയണം. എങ്കിൽ മാത്രമേ പുതിയൊരു ഹൃദയത്തെയും പുതിയൊരു ആത്മാവിനെയും ദൈവം നമ്മിൽ പകരുകയുള്ളൂ. സ്തോത്രം, അത് നിലനിൽക്കുകയുള്ളൂ. അത് പ്രാപിച്ചാൽ മാത്രമേ നമുക്ക് ആത്മാവിൽ ജീവിക്കുവാൻ, ജയകരമായൊരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ കഴിയത്തുള്ളൂ.
അങ്ങനെ ചെയ്താൽ മാത്രമേ സ്വർഗരാജ്യത്തിൽ നമുക്ക് പ്രവേശിപ്പാൻ ഇടയാകത്തുള്ളൂ. ആയതിനാൽ ആമേൻ, മക്കൾക്ക് വേണ്ടി സമ്പാദിക്കുന്നതും അതൊക്കെ നല്ലത് തന്നെയാണ്. എന്നാൽ എല്ലാറ്റിനേക്കാളും ഉപരി പുതിയൊരു ആത്മാവിനെയും പുതിയൊരു ഹൃദയത്തെയും സമ്പാദിക്കുന്നവരായി നമുക്ക് മാറാം. അങ്ങനെയാണെങ്കിൽ മുൻപേ അവൻ്റെ രാജ്യനീതിയും അന്വേഷിക്കുമ്പോൾ നമുക്ക് ആവശ്യമായുള്ളതൊക്കെയും, ഇതൊക്കെയും എന്നവിടെ പറയുമ്പോൾ അമേൻ, ഉണ്മാൻ, അമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ഭക്ഷണം, ഉടുപ്പാൻ, വസ്ത്രം, പാർപ്പിടം, അങ്ങനെ തുടങ്ങി നമുക്ക് ആവശ്യമായുള്ളതൊക്കെയും കർത്താവ് നമുക്ക് നൽകി നമ്മെ മാനിക്കുവാൻ സർവശക്തനാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുവാനാകട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഈ നാളുകളിൽ കർത്താവേ, യേശുപ്പാ, സ്തോത്രം, അങ്ങ് ഞങ്ങളോട് സംസാരിച്ചതുപോലെ പുതിയൊരു ഹൃദയത്തെയും പുതിയൊരു ആത്മാവിനെയും സമ്പാദിച്ചുകൊണ്ട് ക്രിസ്തുവിൽ ജയജീവിതം നയിപ്പാൻ അങ്ങ് സഹായിക്കണമേ. നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നൊരു അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാപിക്കുവാൻ ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. സ്തോത്രം. ആമേൻ. ദൈവത്തിന് വേണ്ടി ചിലത് ചെയ്തു, മക്കൾക്ക് വേണ്ടി ചിലത് ചെയ്തു. ആമേൻ, സ്തോത്രം. ഞാനൊരു ആത്മീക ജീവിതം നയിക്കുന്നു എന്ന് തൃപ്തിപ്പെട്ടിരിക്കാതെ ഈ നാളുകൾ പുതിയതിന് വേണ്ടി വാഞ്ചിക്കുവാൻ, ദാഹിക്കുവാൻ കർത്താവേ അങ്ങ് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സകല അതിക്രമങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ ഇടയാക്കണം കർത്താവെ. മനംതിരിഞ്ഞ് ജീവിച്ചുകൊണ്ട് അങ്ങയുടെ സാക്ഷികളായി മുന്നേറുവാൻ കൃപ നൽകണം കർത്താവ്. ഞങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ കരുതിയിരിക്കുക. സ്തോത്രം. തക്ക സമയത്ത് വെളിപ്പെടുത്തി മാനിക്കുന്ന കൃപകളെ ഓർത്ത് സ്തോത്രം. അതിനെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണം. ഇന്നു മുതൽ പുതിയൊരു ഹൃദയം, പുതിയൊരു ആത്മാവിനെ സമ്പാദിച്ചുകൊണ്ട് ജീവിക്കാൻ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് വചനങ്ങളാൽ നമ്മെ ഏവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.